ജാറമുണ്ടാകാൻ വകുപ്പുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ ജാറുണ്ടാകേണ്ടത് ഇവിടെ മദീനത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറാണല്ലോ ജാറമാകാൻ വകുപ്പുണ്ടെങ്കിൽ ഏറ്റവും വലിയ ജാറമായി മാറേണ്ടത്. ആ റസൂൽ വഫാത്താകുമ്പോൾ 1,13,000 സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പ്രബലാഭിപ്രായം. അല്ലാഹു അഅലം. പക്ഷേ ഹദീസ് കിതാബ് തെരഞ്ഞാൽ റസൂലുള്ളാഹിനെ ആരാ കുളിപ്പിച്ചത് ഹദീസിലുണ്ട്. എങ്ങനെ കുളിപ്പിച്ചത് ഹദീസിലുണ്ട്. അവിടെ ഉണ്ടായ തർക്കം പോലും ഹദീസിലുണ്ട്. നബിയുടെ കുപ്പായം അഴിച്ചിട്ട് നമ്മൾ കുളിപ്പിക്കണോ അല്ല കുപ്പായത്തോടെ കൂടി കുളിപ്പിക്കണോ എന്ന് വരെ ചർച്ച ഉണ്ടായില്ല. ആരാ ഖബർ കുഴിച്ചത് ഹദീസിലുണ്ട്. ആരാ ഖബർക്ക് ഇറക്കി വെച്ചത് ഹദീസിലുണ്ട്. മണ്ണിട്ട് മൂടിയത് ഹദീസിലുണ്ട്. പക്ഷെ ഖബർ കെട്ടിപ്പൊക്കിയതാരാ കാണൂല. മയ്യത്ത് മറമാടി വന്നപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ മനുഷ്യന്മാരെ ആ ഖബറിന് മീതെ മണ്ണിടാൻ ധൈര്യം കിട്ടി? അല്ലാഹുവിന്റെ റസൂലിന്റെ മയ്യത്താണ് വെച്ചിട്ട് മൂടിണ്ട് പോലെയാണല്ലോ, എങ്ങനെ സാധിച്ചു നോക്കിയതാ ഫാത്തിമ ബി ചോദിച്ചത്. അനസ് റളിയല്ലാഹു പറയാണ്, ഞങ്ങളൊക്കെ കണ്ണിലിങ്ങനെ ഇരുട്ട് മൂടിയ പോലെ റസൂലുള്ളാഹിന്റെ മയ്യത്ത് ഖബർക്ക് ഇങ്ങനെ ഇറക്കുമ്പോ കൈയിങ്ങനെ വിറക്കുക. റസൂലുള്ളാഹിന്റെ മയ്യത്ത് അങ്ങ് ഇറക്കി മൂടുകല്ല് വെച്ച് മണ്ണിടുമ്പോ ഞങ്ങളെ കണ്ണൊക്കെ ഇരുട്ടായതുപോലെ തമ്മിൽ കാണാൻ കഴിയാത്ത പോലെ മദീന മൊത്തം ഇരുട്ട് ബാധിച്ചതുപോലെ തോന്നി. ഞങ്ങൾക്ക് ഒരാൾക്കും ഒരാളെയും സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും സങ്കടത്തെ വേദനയിലാണ്. അനസ് റളിയല്ലാഹു പ്രത്യേകിച്ചും. കാരണം 10 കൊല്ലം റസൂലുള്ളാഹിന്റെ കൂടെ നടന്ന ആളാ അദ്ദേഹം. 24 മണിക്കൂറും ചെറിയ കുട്ടിയായപ്പോ ഉമ്മ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തതാ. 7-8 വയസ്സ് പ്രായം ഉണ്ടാകുമ്പോ ഉമ്മ കൂട്ടിക്കൊടുത്തിട്ട് നബിയോട് പറഞ്ഞ, നബിയേ ഇതാ എന്റെ മോന് അനസ്, ബുനയ്യ എന്റെ കുഞ്ഞു മകൻ അനസ്, നിങ്ങളെ ഖിദ്മക്ക് വേണ്ടി ഞാൻ ഓനെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ ഓനെ വേണ്ടി ദ്വാരക്ക് നബിയല്ല. നബി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഖൈറിന് വേണ്ടി അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചു അനസ്ലാനു വേണ്ടി. റസൂലുള്ളാഹിന്റെ കാലശേഷം 90 കൊല്ലത്തോളം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. മക്കളും പേരക്കുട്ടികളുമായി 100 ചില്ലാനം ഇന്നെനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ മക്കളിൽ പേരമക്കളിൽ മഹാഭൂരിപക്ഷവും ഖുർആൻ ഇഫ്ലാഖ് ആഫിലീങ്ങളായിരുന്നു. സമ്പത്താണ് എമ്പാടും ഉണ്ടായി. നബി തങ്ങളുടെ ആ ദുആയാണത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. 10 കൊല്ലം നബിന്റെ കൂടെ രാവും പകലും ഒപ്പം നടന്ന ആളാണ്. നബിന്റെ കൂടെ എല്ലാ സമയത്തും. നബിയാണ് വഫാത്തായപ്പോ അദ്ദേഹത്തിനൊന്നും പിന്നെ സഹിക്കാൻ കഴിയുന്നില്ല. പള്ളിക്ക് വരാൻ കഴിയില്ല. പള്ളി കാണുമ്പോഴേക്ക് അദ്ദേഹം കരയാം. മിഹ്റാബിൽ നബിയല്ല സിദ്ദീഖ് എന്നൊക്കെ പറയുന്നത് സഹിക്കുന്നില്ല. ബാങ്ക് കേൾക്കുമ്പോ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ അദ്ദേഹം കരയാണ്. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്ക് ഇനി മദീനത്തിൽ ജീവിക്കാൻ കഴിയില്ല. സിദ്ദീഖ് അക്ബറിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവാണ്, എനിക്കിവിടെ മദീനത്തിൽ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സമ്മതം തരണം. ഞാൻ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അവിടെ ദീനും പഠിപ്പിച്ച് ദഅവത്ത് നടത്തി ഞാൻ അവിടെ കൂടാൻ ആഗ്രഹിക്കുന്നു. സിദ്ദീഖ് അനുവാദം കൊടുത്തു. അദ്ദേഹം കൂഫയിലേക്ക് പോയി. സിട്ടകാലം അദ്ദേഹം കൂഫയിലെ കഴിച്ചു. മദീനത്തിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, വേദന കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. അവസാനം വയസ്സുകാലത്ത് മദീന കാണാനുള്ള പൂതി കൊണ്ട് അദ്ദേഹം ഒന്നും കൂടെ വരുന്നുണ്ട് മദീനത്തേക്ക്. ആ വരവിൽ അദ്ദേഹം മദീനയിൽ മരണപ്പെടുകയും ചെയ്തു. ആ നിലയ്ക്ക് ഓരോന്നും രേഖയുണ്ട്. പക്ഷെ റസൂലുള്ളാഹിന്റെ ഖബർ ആരാ കെട്ടിയുയർത്തിയത് കാണൂല. എന്തുകൊണ്ട് കാണൂല? ഇല്ലാത്തതുകൊണ്ട്. പിന്നെ എന്താ ഉള്ളത്? അത് ചെയ്തവരും അത് കണ്ടവരും സാക്ഷ്യം വഹിച്ചവരും അത് വിശദീകരിച്ചിട്ടുണ്ട്. ആയിഷ ബീവിന്റെ റൂമിലാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ മറമാടപ്പെട്ടത്. അവിടെ വഫാത്തായി. തർക്കം വന്നു, എവിടെ മറവ് ചെയ്യണം. ചിലര് പറഞ്ഞു നമുക്ക് ബഖയിലേക്ക് കൊണ്ടുപോകാം. ചിലര് പറഞ്ഞു നമുക്ക് മദീനയിലെ ബഖയിൽ മറവ് ചെയ്യാം. ചിലര് പറഞ്ഞു മക്കത്ത് മുഅല്ലയിൽ കൊണ്ടുപോകാം. ചിലര് പറഞ്ഞു നമുക്ക് മിഹ്റാബിനട മറയാം. മദീനത്തെ പള്ളിക്കല് നബി തങ്ങളുടെ ഇമാമക്കിന്റെ മിഹ്റാബ് ഉണ്ടല്ലോ, അവിടെ മറവയ്യ. അപ്പോഴേ സാഹിബ് സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖബറുകള് ഒരു ബിംബമാക്കാൻ ആഗ്രഹിക്കുകയാണോ? മിമ്പറിന്റെ മിഹ്റാബിനെ മറയിലിട്ട് ഒരു ബിംബമാക്കാൻ ആഗ്രഹിക്കുകയാണോ? ചർച്ച വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തീരുമാനം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഏത് നബിയും എവിടെയാണോ മരിച്ചത് അവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതോടെ പ്രശ്നം തീർന്നു. സുന്നത്ത് സ്ഥിരപ്പെട്ടു. പിന്നെ തർക്കമില്ല.
പിന്നെ തർക്കമില്ല, സുന്നത്ത് സ്ഥിരപ്പെട്ടു, നിർത്തിയവര് അവസാനിപ്പിച്ച ചർച്ച. അവിടെ ഖബറൊരുക്കി, കിടക്കുന്ന കട്ടിൽ താഴെ ഖബറൊരുക്കി അവിടെ മറവ് ചെയ്തു. എന്നിട്ട് ഒരു ചാണോളം ഉയരത്തിൽ എന്ന ഹദീസ് കണ്ടത്, ഒരു ചാണോളം. ചില റിപ്പോർട്ടിൽ 4 വിരലോളം, 4 വിരൽ ഇങ്ങനെ കുത്തനല്ല, മേൽഭാഗം കൂർപ്പിച്ചു വെച്ചു, മേലെ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ചു. ഒരു ചാണോളം ഉയർത്തി, നമ്മുടെ നാട്ടിലൊക്കെ പരത്തല, അതിങ്ങനെ കൂർപ്പിച്ചു വെച്ചു. അതാണ് റസൂലുള്ളാഹിയുടെ ഖബർ. എന്നിട്ട് ആയിഷ ബീവിയുടെ റൂമിലാണല്ലോ അത്. ആകെ റൂം തന്നാല് ഇപ്പൊ ഈ കണ്ട ഷെഡ് ഇത്ര ഉണ്ടാവൂല, ഇത്ര ഉണ്ടാവും, ഹൈറ്റ് ഇത്ര ഇല്ല. പ്രായപൂർത്തി ആകാരായ ഒരു കുട്ടി നിന്ന് കൈ പൊക്കിയാൽ മേൽക്കൂരയിൽ തട്ടുമായിരുന്നു. അതതിന്റെ ഹൈറ്റ്. ഒരു ഹാഫ് ഉയരത്തിൽ ഇങ്ങനെ കുറച്ച് കല്ലൊക്കെ പെറുക്കി വെച്ച് ഒരു ചെറിയൊരു തറണ്ടാക്കി, അതിനു മീതെ ഈത്തപ്പനന്റെ തടി കൊണ്ടെന്ന് വെച്ച് ഈത്തപ്പന ഓല കൊണ്ട് ഇങ്ങനെ കുത്തിച്ചാരിയിട്ട് മേലെ ഈത്തപ്പന ഓലയിട്ട് ഈത്തപ്പന്റെ ഓല കൊണ്ടുണ്ടാക്കിയൊരു വാതിലും. അതാണ് റസൂലുള്ളാഹിയുടെ റൂം. അങ്ങനത്തെ മദീനത്തെ പള്ളി. മദീനത്തെ പള്ളിക്ക് അന്ന് മേൽക്കൂരല്ല, കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഈത്തപ്പന്റെ ഓലുണ്ട്, ബാക്കി ഓപ്പൺ ആണ്. ഈ റൂമില് ഈ ഖബർ വന്നു. ആയിഷ ബീവിനെ എപ്പുറത്തൊരു വിരി തൂക്കി, അപ്പുറത്ത് ഖബർ, ഇപ്പുറത്ത് ആയിഷ ബീവിന്റെ താമസം. അവരെ കിച്ചണും അവരുടെ കിടത്തും എല്ലാം അതിനുള്ളിൽ തന്നെ. ആയിഷ ബീവിയുടെ ആങ്ങളുടെ മകൻ ഖാസിം ബിൻ മുഹമ്മദ്, അബൂബക്കർ സിദ്ദീഖിന്റെ പേരക്കുട്ടി, കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടൊരിക്കെ അമ്മായിന്റെ വീട്ടിലേക്ക് വിരുന്ന് വരാം. ഒരു അമ്മായിയാണല്ലോ ആയിഷ ബീവി. അപ്പോഴേക്ക് വല്ലിപ്പാന്റെ ഖബർ അവിടെ ഉണ്ട്, സിദ്ദീഖുൽ അക്ബറിന്റെ ഖബർ, ഉമർ ഖത്താബിന്റെ ഖബറും അവിടെ ഉണ്ട്. ഈ വിരിക്കപ്പുറത്ത് ഖാസിം ബിൻ മുഹമ്മദ് റഹിമഹുല്ലാ അവിടെ ഒരു ദിവസം വന്നപ്പോൾ അമ്മായിയോട് പറയാണ്, യാ ഉമ്മ ഇക്ഷിഫി ലി അൻ ഖബ്രി റസൂലില്ലാഹി വ ഖബ്രി സാഹിബൈഹി. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച സംഭവമാണ്. എനിക്ക് റസൂലുള്ളാഹിന്റെ ഖബറും 2 കൂട്ടുകാരുടെ ഖബറും എനിക്കൊന്ന് കാണിച്ചു തരോന്ന്. ഒന്ന് നബിന്റെ ഖബറ്, 2 കൂട്ടുകാർ, ഒന്ന് വല്ലിപ്പേൻ. ഈ ചോദിക്കുന്ന കുട്ടിന്റെ വല്ലിപ്പേണ്. എന്റെ വല്ലിപ്പാന്റെ ഖബറും എനിക്കൊന്ന് കാണിച്ചു തരുമോ? എല്ലാ ഭക്തനും ആ പള്ളിക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ആളാ ഖാസിം ബിൻ മുഹമ്മദ്. ഒറ്റ ചുമര, പള്ളിന്റെ ഉള്ളിൽ ഒറ്റ ചുമരാണല്ലോ, ഉമ്മലപ്പടി കടന്ന പള്ളിയായി. ആ പള്ളിയില് 5 ഭക്തം നിസ്കരിക്കാൻ പറ്റുന്ന ആളാ ഖാസിം ബിൻ മുഹമ്മദ്. അദ്ദേഹം ചോദിക്കാ, എനിക്ക് ആ ഖബറ് കാണിച്ചു തരുമോന്ന്. നമ്മളൊക്കെ നാട്ടിലുള്ള പോലെ 5 ഭക്തം നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് നേരത്തെ അവിടെ നിന്ന് കയറി സിയാറത്തും കഴിഞ്ഞ് പോണത് ഏർപ്പാടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? എപ്പോഴും കയറി അവിടെ തൊട്ടുമുത്തി അവിടെ ചില്ലറ പൈസ ബാക്കിയുള്ള ഇട്ടിട്ട് ഒരു പോണ ഏർപ്പാടാണെങ്കിൽ വേണ്ട, കൊല്ലത്തിനൊരിക്കല് അവിടെ പ്രത്യേക ഒരു ആഘോഷം ഉണ്ടെങ്കിൽ പോലും ഈ ചോദ്യം ഉണ്ടാവുമോ? അപ്പൊ എന്തൊരു അമ്മായി ഈ വിരി നീക്കി, ഇതാ മോനെ എന്താണ് ആ ഖബറ്. എനിക്കവര് 3 ഖബറുകൾ കാണിച്ചു തന്നു. അത് ഉയർത്തപ്പെട്ടതല്ല, ഭൂനിരപ്പിനോട് സമമായി കിടക്കുന്നതുമല്ല. ഞാൻ കണ്ടു ആ ഖബറ് 4 വിരലോളം ഉയർന്നതായി ഞാൻ കണ്ടു. 4 വിരലോളം ഉയർന്നതായി ഞാൻ കണ്ടു എന്ന് ആയിഷ ബീവിന്റെ ആങ്ങളുടെ മകൻ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീബക്കർ റളിയല്ലാഹു അൻഹും അദ്ദേഹം പഠിപ്പിക്കുക. ഇതാണ് സുന്നത്തെ മഴത്ത്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഖബറൊക്കെ, നമ്മുടെ നാട്ടിൽ മമ്പുറം, പുത്തമ്പള്ളി, മജ്മീറും, ഏർവാടിയും, പൊന്നാനും, പുതുപൊന്നാനും, മുത്തുപ്പേട്ടയും അടക്കം എത്ര ജാറങ്ങൾ. ഇത് സുന്നത്തിലാണോ ജമാഅത്തിലാണോ? ഉസ്താദ് ചോദിച്ചു നോക്കി. മുജാഹിദിന്റെ വയത് കേൾക്കണ്ടെന്ന് പറഞ്ഞ മൂല്യന്മാരുണ്ടെങ്കിൽ ഉസ്താദ് ശരി, ഞങ്ങൾ നിങ്ങളത് കേട്ടോളാം, പക്ഷെ ഇത് പറഞ്ഞാ മതി. നിങ്ങളെ വയത് കേട്ടോളാം, പക്ഷെ ഇത് പറഞ്ഞു തരണം. ഈ ജാറം സുന്നത്തിലാണോ ജമാഅത്തിലാണോ? അത് കിട്ടിയാൽ മതി. രണ്ടാലും ഒന്നുണ്ടായാൽ മതി, 2 കൂടി വേണ്ട. ഒന്നുകിൽ സുന്നത്തിൽ കാണണം,
അല്ലെങ്കിൽ ജമാഅത്തിൽ കാണാം. അത് രണ്ടിലും എന്നാലും ഓലൊക്കെ വലിയ വലിയ കാര്യപ്പെട്ട ആൾക്കാരെ ഖബറല്ലേ അപ്പടിക്കാൻ പാടില്ല. ഇത് ധൈര്യമായി പറഞ്ഞു. ഒന്നുകിൽ സുന്നത്ത് അല്ലെങ്കിൽ ജമാഅത്ത്. നബി തങ്ങളുടെ ഖബർ 1,13,000 സ്വഹാബിമാരുടെ സാന്നിധ്യത്തിൽ സ്ഥാപിക്കപ്പെട്ടത് ഇപ്പന രൂപത്തിൽ 4 വിരലോളം. അവിടെ സുന്നത്തും ജമാഅത്തും ഒക്കെ ഉണ്ടായല്ലോ. സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറും അങ്ങനെ തന്നെയാ, ഉമർ ഖത്താബിന്റെ ഖബറും അങ്ങനെ തന്നെയാ, ഇന്നും അങ്ങനെ തന്നെയാ. ഇന്നും ജാറല്ല. ജാറത്തിന്റെ ഫോട്ടോന്റെ നാട്ടിലൊക്കെ അത് ഫോട്ടോയുള്ളൂ, ജാറല്ല. റസൂലുള്ളാഹിന്റെ ഖബർ 1300ഓളം കൊല്ലമായി ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. ഹിജ്റ 65-ാമത്തെ കൊല്ലത്തിന് റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ റൂമുകളെല്ലാം വില കൊടുത്ത അവകാശങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് അതെല്ലാം പൊളിച്ചു നീക്കി പള്ളി വികസിപ്പിച്ചു അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ കാലഘട്ടത്തിൽ. അന്നാണ് ഈ ആയിഷ ബീവിന്റെ റൂമടക്കം ചുമരൊക്കെ പൊളിച്ച് ആ ഭാഗം കൂടി പള്ളിക്ക് മൊത്തം മാറ്റിയ കൂട്ടത്തിൽ ഈ ഭാഗത്ത് ചുമരക്കാണ്ട് പൊളിച്ചിട്ട് രണ്ടാമത് ചുമരുണ്ടാക്കി. ബാക്കി ചുമരൊക്കെ പൊളിഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ അതാണ് അവിടുത്തെ ചുമര്. അതൊക്കെ പൊളിച്ച് കംപ്ലീറ്റ് നിരത്തി ഒഴിവാക്കിയിട്ട് രണ്ടാമത് കുറച്ച് ഉറപ്പുള്ള ചുമര് അതേ സ്ഥാനത്ത് വെക്കുകയാണ്. അവിടെ ഇമാം ബുഖാരി ഉദ്ധരിച്ച വല്ലാത്ത സംഭവം ഉണ്ട്. പണിക്കാരെന്നങ്ങ് നിരന്നിട്ട് ആദ്യം കംപ്ലീറ്റ് വൃത്തിയാക്കുകയാണ്. കംപ്ലീറ്റ് പൊളിച്ച് മാറ്റി എല്ലാം ലെവലാക്കി രണ്ടാമത് പടുക്കാൻ വേണ്ടി കീറിയപ്പോൾ ഒരു കാല് പ്രത്യക്ഷപ്പെട്ടു ഖബറിൽ. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ബേജാറായി. റബ്ബേ, റസൂലുള്ളാഹിന്റെ ഖബർ അറിയാതെ മാന്തിപ്പോയല്ലോ എന്ന് ബേജാറായി. എന്തുകൊണ്ട്? അവിടെ കെട്ടിപ്പൊതിച്ച് ജാറാക്കിയിട്ട് പച്ച പൊതിച്ച് ഇങ്ങനെ ഇട്ടൊക്കെയാണെങ്കിൽ പണിക്കാർ അറിയാതെ മാന്തി പോവോ? പള്ളിപ്പണിയെടുക്കുന്ന മനുഷ്യന്മാരെ അറിയാതെ മാന്തിപ്പോയ ഖബർ കാല് കാണാണ്. സഹാബിമാര് ബേജാറാവാണ്. ഇനി എന്താ ചെയ്യാ? റസൂലുള്ളാഹിന്റെ ഖബർ മാന്തിയോ അദബ് കേടായോ? അവസാനം ഉമർ ഖത്താബിന്റെ സഹോദരി പറഞ്ഞു, ഇത് എന്റെ സഹോദരന്റെ കാലാകുന്നു. അവർക്ക് കുറച്ച് സമാധാനം. റസൂലുള്ളാഹിന്റെ ഖബർ ഏതായാലും മാന്തിയിട്ടില്ലല്ലോ, അപ്പൊ ആ ഖബറും കെട്ടിപ്പൊന്തിച്ചില്ല അർത്ഥം. അന്നങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും പുതുക്കി പണിതു. അന്ന് അത് ഒന്നുകൂടെ വികസിപ്പിച്ച് ഷഡ്ഭുജാകൃതിയിൽ 6 കോണുള്ള രൂപത്തിലാക്കി അത് ഭദ്രമായി കെട്ടി അതിന് ജനലും വാതിലും ഒന്നുമില്ലാതാക്കി പൂർണ്ണമായും അടച്ചു. ജനലുമില്ല, വാതിലുമില്ല, ഉള്ളിൽ കയറാൻ വകുപ്പില്ല. അത് പൂർണ്ണമായും അടച്ചു കെട്ടി അതിന് ഉള്ളിലാക്കി മാറ്റി. കാരണം അപ്പുറപ്പുറക്കെ പള്ളിയായി. അപ്പൊ നിസ്കരിക്കുന്ന മനുഷ്യന്മാര് ഖബറുമായിട്ട് ബന്ധം വേണ്ട, അത് പൂർണ്ണമായും അതിന് ഉള്ളിലേക്ക് അങ്ങ് മാറ്റി. പിന്നെ ഖബർ ആരും കണ്ടിട്ടില്ല. ഇവിടുന്ന് പിന്നെ ഹജ്ജിന് പോയാൽ കണ്ടു എന്നൊക്കെ പറയും. അത് എന്ത് കണ്ടു നമുക്കറിയില്ല. ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇമാം അസ്കലാനി അദ്ദേഹം ഹദീസിന്റെ വ്യാഖ്യാനത്തില് ഈ 3 ഖബർ കിടക്കുന്ന രൂപം എങ്ങനെയാണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഫയൽ ചിത്രം കൊടുക്കുന്നുണ്ട് 3 കോലത്തിന്. ഒന്നുകിൽ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ നീളത്തില്, നബിയുടെ ഷോൾഡർ ചുമല് മുതൽ സിദ്ദീഖുൽ അക്ബറിന്റെ തല, സിദ്ദീഖുൽ അക്ബറിന്റെ ചുമല് മുതൽ ഉമർ ഖത്താബിന്റെ തല, അങ്ങനെ ഇറങ്ങി 3 ഖബറായിരിക്കാം. അല്ലെങ്കിൽ നബി സെന്ററിൽ അപ്പുറത്ത് സിദ്ദീഖുൽ, ഇപ്പുറത്ത് ഉമർ ഖത്താബ്, അങ്ങനെയുമായിരിക്കാം എന്ന് പറഞ്ഞ 2-3 അഭിപ്രായങ്ങൾ അദ്ദേഹം ഇങ്ങനെ വരച്ചൊക്കെ അവിടെ. എന്തുകൊണ്ട്? ഒന്ന് പോയി നോക്കിയാ പോലെ. ഒന്ന് പോയി നോക്കിയാല് എന്താ മനസ്സിലാവൂലേ? പോയി നോക്കാൻ പറ്റൂല, ഉള്ളിൽ കയറാൻ കഴിയില്ല. പിന്നെ ആ ഖബർ കണ്ടു ഹിജ്റ 9-ാം നൂറ്റാണ്ട്, 10-ാം നൂറ്റാണ്ട്. 10-ാം നൂറ്റാണ്ടില് മദീനത്തെ പള്ളിക്കലെ മൊല്ലാക്ക രാത്രി ഇശാസ്കാരം കഴിഞ്ഞ് പോകുമ്പോ വിളക്ക് ഊതാൻ മറന്നു പോയി. അങ്ങനെ രാത്രി എന്തോ എലിയോ മറ്റോ വന്നിട്ട് വിളക്ക് തട്ടിമറിച്ചു, അവിടെ തീ പിടിച്ചു. അത് ഒന്നാകെ ആളിക്കത്തി മദീനത്തെ പള്ളി 90% കത്തി അമർന്നു. റസൂലുള്ളാഹിന്റെ ഖബറിന് ചുറ്റുഭാഗത്തുമുള്ള ചുമരുകൾക്ക് പോലും കേടുപാടുകൾ സംഭവിച്ചു. ഒന്നാകെ കത്തി പൂർണ്ണമായി എന്ന് പറയാവുന്ന രൂപത്തിൽ വളരെ കുറച്ച് ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം കത്തി. അപ്പോൾ രണ്ടാമത് പുതുക്കി പണിയേണ്ടി വന്നു. അങ്ങനെ എല്ലാം അവിടുന്ന് പൊളിച്ച് മാറ്റി ഒക്കെ വൃത്തിയാക്കി രണ്ടാമത് ആ പള്ളി പിന്നെ പണിയാ. അതിന്റെ ഇടയ്ക്ക് പലപ്പോഴായി അവിടെ നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് ഈ ചുമരൊക്കെ പൊളിക്കേണ്ടി വന്നു. ഖബറിന് ചുറ്റുഭാഗത്തുമുള്ള ചുമരെല്ലാം പൂർണ്ണമായും പൊളിച്ചു മാറ്റി. എന്നിട്ട് അന്നത്തെ ഭരണാധികാരി
അന്നത്തെ എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തി. ഇതൊക്കെ കാണാനും ഇനി എന്താ വേണ്ടെന്ന് മുസാവറ ചെയ്യാനുമായി എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തി. ആ കൂട്ടത്തിൽ അന്ന് ക്ഷണം കിട്ടി അവിടെ കാണാൻ ചെന്ന ആളാണ് അല്ലാമ സുംഹൂദി റഹിമഹുല്ലാ. അദ്ദേഹം മദീനയുടെ ചരിത്രം 4 വാള്യങ്ങളായി കിതാബ് എഴുതിയിട്ടുണ്ട്. മദീന ചരിത്രം വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന പേരിൽ. അതിൽ അദ്ദേഹം താൻ കാണാൻ ചെന്ന രംഗം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഞാൻ അവിടെ ചെന്നു, വലിയ ബഹുമാനത്തോടും ആദരവോടും കൂടി ഞാൻ അവിടെ എത്തി. ഞാൻ ആ റൂമിനുള്ളിലേക്ക് കയറിയപ്പോൾ ഫലം അറ ലിൽ ഖുബൂരി ശരീഫത്തി അസറാ, ആ ശറഫാക്കപ്പെട്ട ഖബറുകൾക്ക് ഒരു അടയാളവും ഞാൻ കണ്ടില്ല. ഇല്ലാ അന്ന ഫീ മൗദി വസ്തിഹാ ഇർതിഫാഉൻ യസീർ, ആ റൂമിന്റെ മധ്യഭാഗത്ത് കുറച്ചിങ്ങനെ സ്ഥലം ചെറിയൊരു ഉയർച്ചയുണ്ട് എന്നല്ലാതെ അതിന് ഉള്ളിൽ ഒരു അടയാളങ്ങളുമില്ല. നടുവിലിങ്ങനെ കുറച്ച് സ്ഥലത്ത് ചെറിയൊരു ഉയർച്ച. തബഹമു അന്നഹു ഖബ്റുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉയർച്ച കണ്ടപ്പോൾ ജനങ്ങളൊക്കെ വിചാരിച്ചു ഇത് നബി തങ്ങളുടെ ഖബറിന്റെ സ്ഥലമാണ് എന്ന്. ആ വിചാരമാകട്ടെ ജഹ്ലം മിൻഹും, അവരുടെ അറിവില്ലായ്മയാണ് അങ്ങനെ വിചാരിക്കാൻ കാരണം. കാരണം ആ റൂമിൽ റസൂലുള്ളാഹിന്റെ ഖബർ വന്ന രീതിയെപ്പറ്റി വന്ന ഹദീസുകൾ വായിച്ച ആൾക്കറിയാ അവിടെ വരാ ഖബറാവൂല. അപ്പൊ അന്ന് കാണാൻ വന്ന ആലിമ പറയാ എന്ത്, ഈ ഖബറിന് അടയാളങ്ങളൊന്നുമില്ല, 3 ഖബർ നിരപ്പായി കിടക്കുന്നു. അതിന് ശേഷം പിന്നെ ആരും കണ്ടിട്ടില്ല. അന്ന് പിന്നെ പുതുക്കി പണിത് പഴയ അവസ്ഥയിൽ കുറച്ചുകൂടെ അടിക്ക് ഇറക്കി ഒന്നും കൂടെ ഉഷാറാക്കി അതിന് ചുമരുകൾക്കുള്ളിൽ ഭദ്രമായി വെച്ചു. അതിന് ജനലും വാതിലൊന്നുമില്ല. അതിന് പുറത്ത് പിന്നെ എക്സ്ട്രാ കെട്ട് വന്നു. അതിനാണ് ഗ്രിൽസും ഓട്ടൊക്കെ ഉള്ളത്, അല്ല ഖബറിന്റെ ചുമരിനല്ല. അപ്പൊ ഇതാണ് സുന്നത്ത്, ഇതാണ് ജമാഅത്ത്. അതിനെതിരായി പിൽക്കാലത്ത് പിന്നെ ഉണ്ടായി വന്നു. പിൽക്കാലത്ത് സഹാബിമാരുടെ കാലം കഴിഞ്ഞ്, താബിഈങ്ങളുടെ കാലം കഴിഞ്ഞ്, താബിയുടെ കാലം കഴിഞ്ഞു, ഷാഫി ഇമാമിന്റെ കാലവും കഴിഞ്ഞ്, മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാലവും കഴിഞ്ഞിട്ടാണ് ലോകത്ത് ഈ സംവിധാനം വ്യാപകമാകുന്നത്. ഷാഫി ഇമാമിന്റെ കാലത്ത് ലോകത്തൊരു ജാറല്ല. സഹാബിമാരും താബിഈകളൊക്കെ ഖബറുണ്ടായിട്ടുണ്ട്, പക്ഷെ ജാറമുണ്ടായിട്ടില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാ കിതാബുൽ ഉമ്മില് മയ്യിത്തുമായി ബന്ധപ്പെട്ട അധ്യായത്തില് ബാബുമായ മറമാടിയിട്ട് പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നൊരു അധ്യായമുണ്ട് കിതാബുൽ ഉമ്മിൽ. മയ്യിത്ത് മറമാടിക്കഴിഞ്ഞാൽ പിന്നെന്തു ചെയ്യണം? അതിൽ ഇമാം ഷാഫി പറയാണ്, ഒരു മയ്യിത്ത് മറമാടുമ്പോൾ ആ ഖബറ് ഭൂമിയിൽ നിന്ന് ഒരു ചാണിലേറെ ഉയർന്നു നിൽക്കൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭൂമിയിൽ നിന്ന് ഒരു ചാണിലേറെ ഖബർ ഉയർന്നു നിൽക്കൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മാത്രവുമല്ല, ആ ഖബർ കുഴിക്കുമ്പോൾ കിട്ടിയ മണ്ണെത്രയാണോ അതിനേക്കാൾ അധികം മണ്ണതിലേക്ക് ചേർക്കുന്നതും എനിക്കിഷ്ടമില്ല. ഖബർ കുഴിച്ചപ്പോ കിട്ടിയ മണ്ണ്, അതിലേക്ക് പിന്നെ പുറത്തുനിന്ന് മണ്ണ് കൂട്ടുന്നത് പോലും എനിക്കിഷ്ടമില്ല. ശേഷം അദ്ദേഹം പറയാം, മക്കയിലെ ഭരണാധികാരികൾ ഖബറിന് മീതെ കെട്ടിയുണ്ടാക്കുന്നതെല്ലാം പൊടിച്ചു മാറ്റാൻ വേണ്ടി കൽപ്പിക്കുന്നതായി ഞാൻ കണ്ടു. ഇന്നത്തെ ഭരണാധികാരിയല്ല, ഇമാം ഷാഫിന്റെ കാലഘട്ടത്തിൽ മക്കയിലെ ഭരണാധികാരികൾ ഖബറിന് മീതെ കെട്ടിയുണ്ടാക്കുന്നതെല്ലാം പൊളിച്ചു മാറ്റാൻ കൽപ്പിക്കുന്നതായി ഞാൻ കണ്ടു. വലം അറൽ ഫുഖഹാ യഈബൂന ദാലിക, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാരും തന്നെ അത് ആക്ഷേപിക്കുന്നതായി ഞാൻ കണ്ടതുമില്ല എന്ന് ഇമാം ഷാഫി റഹിമ കിതാബുൽ ഉമ്മിൽ 1-ാം വാല്യം 277-ാമത്തെ പേജ്. പ്രിന്റ് മാറുമ്പോ പേജ് മാറും. അതിന് കിതാബുൽ ജനായിസ് ബാബുമായ എന്ന അധ്യായത്തിൽ ഏതെങ്കിലും ഉസ്താദന്മാര് മുസ്ലിയാക്കന്മാര് ഈ സംസാരം കേൾക്കുന്നുവെങ്കിൽ
കിതാബുൽ ഒന്ന് മറിച്ചു നോക്കുക. അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് മറിച്ചോടി, എന്നാലും കുഴപ്പമില്ല. ഇയാൾ വെറുതെ വിടേക്കും അതൊന്നും ഉണ്ടാവില്ല എന്ന ഉറപ്പിൽ മറിച്ചു നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ പറഞ്ഞോളി, അപ്പൊ കാണിച്ചുതരാം. അപ്പൊ ഇമാം ഷാഫി പഠിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പൊ ചില മൂലമ പറയും, എന്നിട്ട് ഇമാം ഷാഫിന്റെ ഖബറിന് മീതെ വലിയ കുബ്ബുണ്ടല്ലോ. ശരിയാണ്, കുബ്ബുണ്ട്. ഇമാം ഷാഫിന്റെ ഖബറിന് മീതെ കുബ്ബയുണ്ട്. പക്ഷെ ഇമാം ഷാഫി ഉത്തരവാദിയാണോ? അല്ല. ഷാഫി ഇമാമിനെ മറവ് ചെയ്ത അദ്ദേഹത്തെ ശിഷ്യന്മാരാരെങ്കിലും കുബ്ബയുണ്ടാക്കിയോ? ഇല്ല. അദ്ദേഹത്തെ കണ്ട ആലിമീങ്ങൾ ഉണ്ടാക്കിയോ? ഇല്ല. അദ്ദേഹത്തിന് തൊട്ട് ശേഷമുള്ള കാലക്കാർ ഉണ്ടാക്കിയോ? ഇല്ല. ഇമാം ഷാഫി മരിക്കുന്നത് ഹിജ്റ വർഷം 204, 150 ജനിച്ചു. 204 54-ാമത്തെ വയസ്സിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് മരിച്ചു. അദ്ദേഹത്തിന്റെ ഖബറിന് മീതെ കുബ്ബയുണ്ടാകുന്നത് ഹിജ്റ 650, അഥവാ 446 കൊല്ലം കഴിഞ്ഞിട്ട്. ഷാഫി ഇമാമിന്റെ കാലം കഴിഞ്ഞ് 446 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ കുബ്ബയുണ്ടായത്. അപ്പൊ ഇമാം ഷാഫി ഉത്തരവാദിയാണോ? അല്ല. 450 കൊല്ലം കഴിഞ്ഞിട്ട് ഷാഫി ഇമാമിന്റെ ഖബറിന് മീതെ കുബ്ബയുണ്ടാകുന്നു. ആ കുബ്ബയുണ്ടായപ്പോൾ ചർച്ച വന്നു ആലിമീങ്ങൾക്കിടയിൽ, ഇത് പറ്റോ പറ്റൂലേ? ഷാഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ ഫതുഹുൽ മുഈൻ എഴുതിയ സയ്യിദ് മഖ്ദൂമിലെ ഉസ്താദ് ഇബ്നു ഹജർ ഹൈതമി അൽ മക്കി, മക്കക്കാരനായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് തുഹ്ഫ എന്ന കിതാബ് എഴുതിയ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്ര എന്ന 4 വാല്യമുള്ള ഫത്വ സമാഹാരമുണ്ട്. ആ ഫത്വ സമാഹാരത്തിൽ അദ്ദേഹം പറയുകയാണ്, ولقد أفتى جماعة من علماء الشافعية بهدم قبة الإمام الشافعي وإن صلف عليها ألوف من الدنانير لكونها في المسبيات. അദ്ദേഹം പറയാണ്, ഷാഫി ഇമാമിന്റെ ഖബറിന് മീതെ ഉണ്ടാക്കപ്പെട്ട കുബ്ബ പൊളിച്ചു മാറ്റണമെന്ന് വലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഇയ്യ, ഷാഫിയാക്കളായ പ്രഗൽഭരായ ആലിമീങ്ങളുടെ ഒരു സംഘമൊന്നാകെ ഫത്വ നൽകിയിരിക്കുന്നു. ഷാഫി മദ്ഹബുകാരായ പ്രഗൽഭരായ ആലിമീങ്ങളുടെ സംഘം ഫത്വ നൽകിയിരിക്കുന്നു, ആ കുബ്ബ പൊളിച്ചു മാറ്റണം. വഇൻ സുലിഫ അലൈഹാ ഉലൂഫും മിനദ് ദനാനീർ, ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിക്കപ്പെട്ടതാണെങ്കിലും ശരി, അത് പൊളിച്ചു മാറ്റേണ്ടതാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമിയുടെ ഫതാവൽ കുബ്ര, അദ്ദേഹത്തിന്റെ ഫത്വ സമാഹാരം.